നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മിഥുനമാസത്തിലെ എല്ലാ നക്ഷത്രങ്ങളുടെയും ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തികകാല മേടക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസം സൂര്യൻ നിൽക്കുന്നത് 3-ലാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, സ്ഥാനാന്തരപ്രാപ്തി വന്നു ചേരുക. സ്ഥാനാന്തരപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ്. എങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. ജന്മത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് മേടക്കൂറുകാർക്ക്. ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ദേഹകാര്യഭംഗം, വാഹനം ഉപയോഗിക്കുമ്പോൾ ഈ കാലയളവിൽ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കാര്യവിനാശം വന്നു ചേരുക. ഓരോരോ കാര്യങ്ങൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു തടസ്സം വന്നു ചേരുന്നൊരു ഫലത്തെ, വിഘ്നങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. മിഥുനം 16-ാം തീയതി വരെ ബുധൻ 3-ൽ നിൽക്കുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നു. എങ്കിലും 16-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് വരുമ്പോൾ 3-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഫല 16-ാം തീയതിക്ക് ശേഷം വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭത്തെ സൂചിപ്പിക്കുന്നു. ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, കുടുംബത്ത് സ്വസ്ഥത വന്നു ചേരുക, നല്ല ഫലത്തെയാണ് 16-ാം തീയതിക്ക് ശേഷം ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. വ്യാഴം 2-ലാണ് നിൽക്കുന്നത് മേടക്കൂറുകാർക്ക്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. ഈശ്വരാധീനത്തെ തന്നെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഫലത്തെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഈ വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ മേടക്കൂറുകാർക്ക് വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. മിഥുനം 23-ാം തീയതി വരെ ശുക്രൻ 3-ലാണ്. അതിനുശേഷം 4-ലേക്ക് വരും. 3-ൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 23-ാം തീയതി വരെ ശുക്രനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. കലാപരമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 4-ലേക്ക് വരുമ്പോൾ ഇന്ദ്രനെ പോലൊക്കെ ശക്തി ഉണ്ടാവുമെന്നാണ് പറയുക. ഇന്ദ്രന്റെ അത്ര ശക്തി നിങ്ങൾക്കും എനിക്കും ആർക്കും ഉണ്ടാവില്ല എന്നറിയാലോ. എങ്കിൽ പോലും നമ്മുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ വർദ്ധിക്കും. കൂടാതെ ബന്ധുജനങ്ങളോടുകൂടി സുഖമായിട്ട് സന്തോഷമുള്ള കുടുംബത്തോടുകൂടി ഇരിക്കുന്ന ഫലത്തെയാണ് 4-ലേക്ക് വരുമ്പോഴും ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 11-ലാണ് ശനി നിൽക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നമ്മളുടെ പ്രതാപത്തിന് തന്നെ ആധിക്യം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും കൂടുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുന്ന നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചൊവ്വയെ കൊണ്ട് കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. കാർത്തിക മുക്കാല രോഹിണി മകേരത്തര ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസം സൂര്യൻ 2-ൽ നിൽക്കുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് 2-ാം ഭാവം എന്നതുകൊണ്ട് തന്നെ സൂര്യൻ നിൽക്കുമ്പോൾ ധനപരമായിട്ട് വിചാരിക്കാതെ തന്നെ ദുർവ്യയം വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഫലം അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൃത്യസമയത്ത് നമുക്ക് തിരിച്ചു കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നു ചേരാം. 12-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഫലം വാഹനം ഉപയോഗിക്കുമ്പോൾ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
അനാവശ്യമായിട്ട് തന്നെ ധനം ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ സൂര്യൻ 2-ൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷര നാമമൊക്കെ ജപിക്കുക. 12-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിലൊന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലങ്ങളെയും നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. മിഥുനം 16-ാം തീയതി വരെ ബുധൻ 2-ൽ നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് ഇടവക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, അതേപോലെ തന്നെ ധനസമൃദ്ധി വന്നു ചേരുക. അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ശോഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് 16-ാം തീയതി വരെ ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 16-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇടവക്കൂറുകാർക്ക് ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി തോന്നാതിരിക്കുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ നമുക്ക് അപ്പം തോന്നേണ്ട ബുദ്ധി പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ബുദ്ധിമാന്ദ്യം വന്നു ചേരുക, അതുപോലെ തന്നെ കലഹം ഉണ്ടാകുക. അപ്പോൾ കലഹം ഉണ്ടാകുന്നതൊന്നും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. കലഹം ഉണ്ടായാൽ തന്നെ ഉള്ള സമാധാനവും കൂടി അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ദേഹത്തിന് പൊതുവെ ഒരു സുഖക്കുറവ് വന്നു ചേരുക. മറ്റൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. തൊഴിൽപരമായിട്ടൊക്കെ വിചാരിക്കാതെ ട്രാൻസ്ഫർ ലഭിക്കുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നാരായണ എന്നുള്ള നാമം ജപിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാട് ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നാമസങ്കീർത്തനം മിസ്യ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. നമ്മളുടെ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ്. നാമം ജപിക്കുന്ന നമുക്ക് നമ്മളിലേക്ക് അറിയാതെ വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളുമുണ്ട്. നമ്മളിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ അകന്നു പോകുന്നതായിട്ടുള്ള ദുരിതങ്ങളുമുണ്ട്. നാമം ജപിക്കുമ്പോൾ നമുക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം, നമുക്ക് ഏകാഗ്രമായിട്ടുള്ള മനസ്സ് വന്നു ചേരും. ഏകാഗ്രമായിട്ടുള്ള മനസ്സുള്ളവർക്ക് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ വന്നു ചേരും. ശ്രദ്ധ വന്നു ചേർന്ന് കഴിഞ്ഞാലല്ലേ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫലം നമുക്ക് ലഭിക്കുമല്ലോ. നല്ല ഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷം നമുക്ക് വന്നു ചേരും. നല്ല സന്തോഷം വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും സന്തോഷം ഉണ്ടാവും. അപ്പം നമ്മളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് സമയം നാമം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഫലങ്ങൾ എത്ര ഗംഭീരമാണെന്ന് ആലോചിച്ച് നോക്കൂ. മിഥുനമാസത്തിൽ ശുക്രൻ 2-ലും 3-ലുമായിട്ടാണ് നിൽക്കുന്നത്. 2-ൽ നിൽക്കുമ്പോഴും 3-ൽ നിൽക്കുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 23-ാം തീയതി വരെ 2-ൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക. അതുപോലെ കലാപരമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ വന്നു ചേരുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. 2-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 23-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഫലത്തെ സൂചിപ്പിക്കുന്നു. അംഗീകാരങ്ങൾ വന്നു ചേരുന്നതായിട്ടുള്ള നല്ല ഫലത്തെ 3-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഇടവക്കൂറുകാർക്ക് ശനി 10-ലാണ്. 10-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലമല്ല, കണ്ടക ശനി സ്ഥാനമാണ് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കർമ്മസിദ്ധി എന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എങ്കിലും അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്നൊരു ഫലത്തെയും, കുറച്ചു കാലമായിട്ട് ശനി 10-ലാണ്. ഈ ഫലം തന്നെയാണ് കുറച്ചു കാലമായിട്ട് പറയുന്നത് തന്നെ. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിദ്യയ്ക്കും യശസ്സിനും ഹാനി വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ മോശമായിട്ടുള്ള ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെയും അയ്യപ്പനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമഃ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇടവക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും
നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. മകീരത്തര, തിരുവാതിര, പുണർതം, മുക്കാല മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് ജന്മത്തിലാണ്. ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ധനത്തിന് നമ്മൾ വിചാരിക്കാതെ തന്നെ ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ദേഹത്തിന് തന്നെ, നമ്മളുടെ ശരീരത്തിന് പൊതുവെ ഒരു സുഖക്കുറവ് വന്നു ചേരുക. ഈ ഫലങ്ങളൊക്കെ നിലനിൽക്കെ അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. നമുക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. മഹാദേവന്റെ അനുഗ്രഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ അലച്ചിലും ദേഹപീഠകളും എല്ലാം ഇല്ലാതാവും. 11-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 11-ൽ ചൊവ്വ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണല്ലോ സൂചിപ്പിക്കുക. 11-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനപദ അധികാര ലാഭം വന്നു ചേരുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അംഗീകാരങ്ങൾ ലഭിക്കുക, സുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗം. എന്തായാലും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടൊക്കെ വ്യവഹാരങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. കൃഷി ചെയ്യുന്നവർക്ക് അവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൃഷിയിടത്തിൽ നിന്ന് നല്ല ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ചൊവ്വയെ കൊണ്ട്. മിഥുനം 16-ാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല മിഥുനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ജന്മത്തിൽ നിൽക്കുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക, അലച്ചിലുണ്ടാവുക. അതായത് കലഹം വന്നു ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനവും കൂടി കൊടുക്കും. അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ തന്നെ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 16-ാം തീയതിക്ക് ശേഷം ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 2-ലേക്ക് വരുമ്പോൾ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള നല്ല ഫലമാണ് 2-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടും അല്ലെങ്കിൽ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങളെ തന്നെ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും ബുധൻ 2-ലേക്ക് വരുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക. ജന്മത്തിൽ നിൽക്കുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകൾക്ക് ബലമില്ലാത്തൊരു അവസ്ഥയായിരുന്നു സൂചിപ്പിച്ചത്. പക്ഷെ 2-ലേക്ക് വരുമ്പോൾ നേരെ വിപരീതമായിട്ടുള്ള ഫലമല്ലേ, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ 16-ാം തീയതിക്ക് ശേഷം നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 16-ാം തീയതിക്ക് ശേഷം ബുധൻ 2-ലേക്ക് വരുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. പലവിധേന വഴിനടക്കലുണ്ടാവുക, അലച്ചിലുണ്ടാവുക, ഏത് കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാലും തടസ്സങ്ങൾ വന്നു ചേരുക. അപ്പം ഇങ്ങനെയുള്ളൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുറച്ച് സമയം കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. മിഥുനം 23-ാം തീയതി വരെ ജന്മത്തിലാണ് ശുക്രൻ. 23-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് വരും. ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും നല്ല ഫലത്തെയാണ് ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 23-ാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് ശ്രമിക്കുക. വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 2-ലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു. ധനധാന്യ സമൃദ്ധി വന്നു ചേരുക. കലാപരമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അംഗീകാരങ്ങൾ വന്നു ചേരുക. സന്തോഷമുള്ള കുടുംബത്തോടു കൂടി, അതായത് സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുന്ന നല്ല ഫലത്തെയാണ് 23-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് ശുക്രൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ നല്ല ഫലങ്ങളെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനി ഗ്രഹഗതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 9-ലാണ് ശനി നിൽക്കുന്നത്. 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഭാഗ്യസ്ഥാനമാണ് 9. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറച്ച് കുറയുക. അതേപോലെ തന്നെ സ്വധർമാചരണങ്ങൾക്ക് വിഘ്നങ്ങൾ വന്നു ചേരുക. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക.
ഇപ്പോൾ 8-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും ഒക്കെയാണ് ശനിയെ കൊണ്ട് കുറച്ച് കൂടുതൽ മോശഫലങ്ങളെ സൂചിപ്പിക്കുന്നത്. അത്രയൊന്നും മോശഫലം 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടില്ല, പക്ഷെ കുറച്ച് മോശഫലമാണല്ലോ. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശനൈശ്ചരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. അയ്യപ്പസ്വാമിയും മഹാദേവനെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പുണർതം കാലപൂയമായാലും കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസം സൂര്യൻ നിൽക്കുന്നത് 12-ലാണ്. 12-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശുഭകർമ്മ ഫലം വന്നു ചേരാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണല്ലോ, നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഒരു പരിധിവരെ കുറച്ച് മോശഫലമാണല്ലോ. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. 10-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടും അതേപോലെ തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 10-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വിധത്തിലും ദ്രവ്യലാഭം വന്നു ചേരുക, ധനലാഭം വന്നു ചേരുക. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ 10-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട്, അതായത് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം, ധനലാഭം വന്നു ചേരുക. നല്ല ഫലത്തെയാണ് ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മിഥുനം 16-ാം തീയതി വരെ ബുധൻ 12-ലാണ്. അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുമ്പോൾ, അതായത് 16-ാം തീയതി വരെ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. 16-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി, കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തെ നമുക്ക് ഒരു പരിധിവരെ, ഈ മോശമായിട്ടുള്ള ഫലത്തെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഏതൊക്കെ ഗ്രഹങ്ങൾ മോശസ്ഥാനത്ത് നിന്നാൽ പോലും കർക്കിടകക്കൂറുകാർക്ക് ആ ഫലങ്ങളെ, ആ മോശമായിട്ടുള്ള ഫലങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുന്നത് വ്യാഴം 11-ൽ നിൽക്കുന്നതാണ്. വ്യാഴം 11-ൽ നിന്ന് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് പറയണത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ്. നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണെങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വർഷക്കാലയളവിനുള്ളിൽ തൊഴിൽപരമായിട്ടൊക്കെ പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെയാണ് വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. മിഥുനം 23-ാം തീയതി വരെ ശുക്രൻ 12-ൽ നിൽക്കുന്നു. അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ബുധനെ കൊണ്ട് 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും മോശഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ അതേപോലെ തന്നെ 12-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും 12-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് 23-ാം തീയതി വരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജന്മത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവരാഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കുറച്ചു കാലമായിട്ട് കർക്കിടകക്കൂറുകാർക്ക് 8-ൽ നിൽക്കുന്ന ശനിയാണ് കുറച്ച് കൂടുതൽ മോശഫലങ്ങളെ സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാവുക, അതേപോലെ തന്നെ ഒട്ടും വിചാരിക്കാതെ തന്നെ ധനച്ചെലവ് വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക, കുറച്ചധികം അരിഷ്ടതയാണ് 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ ശനൈശ്ചരായ നമഃ എന്നുള്ള നാമം കുടുംബത്തിരുന്ന് നാമം ജപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്കൊന്നും പോകാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ അയ്യപ്പസ്വാമിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു കഴിഞ്ഞാൽ തന്നെ, ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ഈ ശനിയെ കൊണ്ടുള്ള ദോഷഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും.
അപ്പൊ കർക്കിടകക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും മോശസ്ഥാനത്തുമാണ്, പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തുമാണ്. ഇപ്പൊ ചൊവ്വയും വ്യാഴവും ശുക്രനും ഒക്കെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു, ബാക്കിയുള്ള ഗ്രഹങ്ങൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മകം, പൂരം, ഉത്രം, കാല, ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 11-ലാണ്. 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്നൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ശുഭകർമ്മ ഫലം വന്നു ചേരുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല അനുഭവങ്ങൾ, നല്ല ഫലം നമുക്ക് വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക. വ്യാധികൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ വ്യാധികൾക്കെല്ലാം, രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൊഴിൽപരമായിട്ടും അഭ്യുന്നതി വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. അതായത് ചിങ്ങക്കൂറുകാർക്ക് 11-ലേക്ക് സൂര്യൻ വരുമ്പോൾ ഈ മിഥുന മാസത്തിൽ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പക്ഷെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയുമല്ല സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക. ഒരു പരിധിവരെ ഈ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് 9-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 9-ൽ നിൽക്കുന്ന ചൊവ്വ കാര്യപരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ധനവ്യയം ഉണ്ടാവുക, ഒട്ടും വിചാരിക്കാതെ തന്നെ അനാവശ്യമായിട്ട് പണത്തിന് ചെലവ് വന്നു ചേരുക, പലവിധ വ്യാധികൾ വന്നു ചേരുക. അപ്പോൾ 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ കുറയ്ക്കുവാൻ, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളിയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. മിഥുനം 16-ാം തീയതി വരെ ബുധൻ 11-ലാണ് നിൽക്കുന്നത്. ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സ്ഥാനം എല്ലാ ഗ്രഹങ്ങൾക്കും 11. അപ്പോൾ 11-ൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വാക്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, ധനലാഭം വന്നു ചേരുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. അതുപോലെ തന്നെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം. അവർക്ക് പരീക്ഷയൊക്കെ വന്നു ചേരുമ്പോൾ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക, നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. നല്ല ഫലത്തെയാണ് ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ 12-ലേക്ക് 16-ാം തീയതിക്ക് ശേഷം ബുധൻ വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരാം. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക, കുറച്ച് മോശഫലമാണ്. 10-ലാണ് വ്യാഴം നിൽക്കുന്നത്. 10-ൽ വ്യാഴം നിൽക്കുന്നതും നല്ല ഫലമല്ല, കർമ്മ വൈകല്യത്തെ ഉണ്ടാക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. വിചാരിക്കാതെ തന്നെ ട്രാൻസ്ഫറൊക്കെ ലഭിക്കുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. ധനപരമായിട്ട് മാത്രം നല്ല ഫലമല്ല, വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർവ്യയം, അനാവശ്യമായിട്ട് തന്നെ ചെലവ് വന്നു ചേരുന്നൊരു ഫലത്തെയാണ് വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മിഥുനം 23-ാം തീയതി വരെ ശുക്രൻ 11-ൽ നിൽക്കുന്നു. 11-ൽ നിൽക്കുമ്പോൾ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ധനലാഭം വന്നു ചേരുക, ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക. 23-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ധനലാഭത്തെ ഉണ്ടാക്കുന്നു. 7-ലാണ് ശനി നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കുറച്ചു കാലമായിട്ട് 7-ലാണല്ലോ ശനി. ഈ ഫലത്തെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ മാസമൊക്കെ സൂചിപ്പിക്കാനിട വരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഉള്ളൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദുർജന സംസർഗം, അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരാം. അതേപോലെ തന്നെ വിചാരിക്കാതെ തന്നെ ദൂരദേശ യാത്രയൊക്കെ ഉണ്ടാവുക, അലച്ചിലുണ്ടാവുക, അങ്ങനെയുള്ളൊരു ഫലത്തെയാണ് 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരാൻ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രം, മുക്കാല, അത്തം, ചിത്തിര കന്യക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 10-ലാണ്.
10ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. എല്ലായിടവും വിജയം വന്നു ചേരുക, കർമ്മസിദ്ധി വന്നു ചേരുക. കർമ്മസിദ്ധി വന്നു ചേരുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആരാ മോശഫലം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ കാര്യം ചെയ്യുന്നത്? അപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെ 10ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുക, പ്രൊമോഷൻ വന്നു ചേരുന്ന ഒരു കാലയളവിനെയും 10ലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 10ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ ഒരു പരിധിവരെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് 8ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. ഓരോ ഗ്രഹങ്ങൾ ഓരോരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ട് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 8ൽ ചൊവ്വ നിൽക്കുന്നത് കന്നിക്കൂറുകാർക്ക് നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിനെ തന്നെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുന്ന സമയത്ത് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാറയ പാറയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഈ വരുന്ന മിഥുനമാസത്തിൽ 16-ാം തീയതി വരെ ബുധൻ 10ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 11ലേക്ക് വരുന്നു. 10ൽ നിൽക്കുമ്പോഴും 11ൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10ാം ഭാവത്തിൽ ബുധൻ നിന്നു കഴിഞ്ഞാൽ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്ത നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലവിധ സൗഭാഗ്യങ്ങൾ, അഭ്യുന്നതി വന്നു ചേരുക, ജോലി സംബന്ധമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പ്രൊമോഷൻ ലഭിക്കുക, ധനലാഭം വന്നു ചേരുക, വളരെ നല്ല ഫലമാണ് 10ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട്. 16-ാം തീയതിക്ക് ശേഷം 11ലേക്ക് വരുമ്പോഴും അതിഗംഭീരങ്ങളായിട്ടുള്ള ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ വാഗ്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക, നല്ല രീതിയിൽ തന്നെ മനസന്തോഷം വന്നു ചേരുക, കാര്യസിദ്ധി വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു ഫലം, വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക, ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക, അവർക്ക് ആ ജോലി ലഭിക്കുക. കാരണം ബുധനെ കൊണ്ടും സൂര്യനെ കൊണ്ടും ഒക്കെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴവും ശനിയും ഒക്കെ അനുകൂലമായിട്ടുള്ള സ്ഥാനത്താണ് കന്നിക്കൂറുകാർക്ക്. ഇപ്പൊ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം മാത്രമേ കുറച്ച് മോശ ഫലത്തെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതായത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ൽ വ്യാഴം നിൽക്കുന്നതും വളരെ നല്ല ഫലത്തെയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലം മുന്നേ 8ലായിരുന്നു വ്യാഴം, വളരെ മോശഫലത്തെയായിരുന്നു അന്ന് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ 9ലേക്ക് വരുമ്പോൾ ഈ വ്യാഴമാറ്റത്തോടു കൂടി 9ലേക്ക് വന്നതോടുകൂടി വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക, ആജ്ഞാസിദ്ധി വന്നു ചേരുക, ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുവാനായിട്ടുള്ള സാമർഥ്യം, കാര്യസിദ്ധി വന്നു ചേരുക, കാര്യവിജയം, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. ബുധനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. 9ൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. മിഥുനം 23-ാം തീയതി വരെ ശുക്രൻ 10ലാണ് നിൽക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായി. ഫലം പറയുന്നത് കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. കലഹം വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ അപമാനം എന്ന മോശഫലം, അതായത് ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലം ഇവിടെയും സൂചിപ്പിക്കുന്നുണ്ട്.
അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 23-ാം തീയതിക്ക് ശേഷം 11-ലേക്കാണ് ശുക്രൻ വരുന്നത്. വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ധനലാഭം വന്നു ചേരുക, ഇഷ്ടകാര്യ ലാഭം ഉണ്ടാവുക, പൊതുവെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് സാധിക്കുവാനായിട്ട് ഇടവരിക. അപ്പോൾ ഈ 10-ൽ നിൽക്കുമ്പോൾ ശുക്രനെ കൊണ്ട് കുറച്ച് മോശഫലത്തെ സൂചിപ്പിച്ചുല്ലോ 23-ാം തീയതി വരെ. ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദുർഗാ ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ചോറ്റാനിഗ്രമേ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള സ്തോത്രങ്ങൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രൈംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ഇതേപോലെ വളരെ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ചൊല്ലുക. നല്ലോണം ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. 6-ലാണ് ശനി നിൽക്കുന്നത്. കുറച്ച് കാലമായിട്ട് വളരെ നല്ല ഫലത്തെയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് കുറച്ച് കാലമായിട്ട് ശനി 6-ൽ നിൽക്കുമ്പോൾ പറയുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. എന്തായാലും കന്നിക്കൂറുകാർക്ക് ശുക്രനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും മാത്രമാണ് കുറച്ച് മോശഫലങ്ങളെ സൂചിപ്പിച്ചത്. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ടും വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴത്തെ കൊണ്ടും സൂര്യനെ കൊണ്ടും ബുധനെ കൊണ്ടും ഒക്കെ വളരെ നല്ല ഫലത്തെയുമാണ് സൂചിപ്പിച്ചത് അല്ലേ. അതായത് ചൊവ്വയെ കൊണ്ടും ശുക്രനെ കൊണ്ടും പറഞ്ഞതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നാമജപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ മോശഫലങ്ങൾ ഇല്ലാതാകുമല്ലോ. അപ്പോൾ ആ ബാക്കിയുള്ള ഗ്രഹങ്ങളെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അനുഭവവേദ്യമായിട്ട് വന്നില്ല എങ്കിൽ ഈ വ്യാഴം 9-ലൊക്കെ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഇതിനു മുന്നേ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നല്ല ഫലങ്ങൾ ഒരു പരിധിവരെ നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള അറിവുള്ളൊരു ജ്യോത്സ്യനെ കണ്ട് എന്താണ് ഇപ്പോഴും ദുരിതങ്ങളാണ് അനുഭവിക്കുന്നെങ്കിൽ കേട്ടോ, എന്താണ് നമ്മൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കന്നിക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ചിത്തിരാര ചോതി വിശാഖം മുക്കാല് തുലാക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസം ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒട്ടും തന്നെ വിചാരിക്കാതെ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, ലക്ക് ഫാക്ടർ കുറയുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും മോശഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, കുടുംബത്തിൽ കലഹം ഉണ്ടാവുക. കുടുംബത്തിൽ കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കലഹം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. പ്രത്യേകിച്ച് മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ഉദരവ്യാധി വന്നു ചേരുക. ഈ ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ ഒരു പരിധിവരെ. അപ്പോൾ ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. തുലാക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസം പല ഗ്രഹങ്ങളും കുറച്ച് മോശസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മളുടെ നാമജപവും ഈശ്വരാരാധനയും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. മിഥുനം 16-ാം തീയതി വരെ ബുധൻ നിൽക്കുന്നത് 9-ലാണ്. 9-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 16-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് ബുധൻ വരുന്നത് നല്ല ഫലത്തെയാണ് കേട്ടോ പറയുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ച് ഈ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് 10-ാം ഭാവം കൊണ്ട് എന്നതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് പ്രമോഷനൊക്കെ ലഭിക്കുന്നൊരു നല്ല ഫലത്തെ സൂചിപ്പിക്കാം. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. 8-ലാണ് വ്യാഴം നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നമ്മൾ ഒട്ടും ആഗ്രഹിക്കാതെ വിചാരിക്കാതെ തന്നെ നമ്മളിലേക്ക് ഓരോ ദുരിതങ്ങൾ വന്നു ചേരുക. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു തടസ്സം വന്നു ചേരുക. ഓരോ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അത്യധ്വാനം ചെയ്യേണ്ടി വരിക. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിചാരിക്കുന്ന നല്ല അനുഭവത്തിന് കുറവ് വരിക.
അപ്പോൾ ഈ 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും നല്ല ഫലത്തെ അല്ലല്ലോ സൂചിപ്പിച്ചത്. പക്ഷെ 16-ാം തീയതിക്ക് ശേഷം ബുധൻ 10-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ ഈ ഇതിൽ ഏത് ഫലമാണ് നമുക്ക് അനുഭവിക്കാനിട വരിക എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം. നമ്മളുടെ ജാതകവശാൽ ബുധൻ വളരെ നല്ല സ്ഥാനത്താണ്, ബലവാനൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലവും നമുക്ക് അനുഭവേദ്യമായിട്ട് വരും. അതേപോലെ തന്നെ വ്യാഴം വളരെ നല്ല സ്ഥാനത്താണ് നമ്മളുടെ ജാതകപ്രകാരമെങ്കിൽ, അതായത് നമ്മളുടെ ജനന സമയത്തിൻ്റെയും ജനന തീയതിയുടെയും സ്ഥലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഈ വ്യാഴം അനുകൂല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലവും നമുക്ക് ഒരു പരിധിവരെ മാത്രമേ അനുഭവിക്കാനിട വരൂ. പക്ഷേ വ്യാഴം അനുകൂലമല്ലാത്ത സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഈ മോശഫലങ്ങളെ ഒരു പരിധിവരെ അനുഭവിക്കാൻ ഇടവരും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ മോശഫലങ്ങളെ എന്തായാലും 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി തൊഴുക. വളരെ നല്ല രീതിയിൽ തന്നെ തൊഴുത് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കൂടുതൽ ജപിക്കാനായിട്ട് ശ്രമിക്കുക. നാമസങ്കീർത്തനം സ്യാ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ്. അപ്പോൾ നാമജപം എന്തായാലും ശീലമാക്കുക. മിഥുനം 23-ാം തീയതി വരെ ശുക്രൻ 9-ലാണ് നിൽക്കുന്നത്. 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന മിഥുന മാസത്തിൽ 23-ാം തീയതി വരെ ശുക്രൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ്. 9-ൽ ശുക്രൻ നിൽക്കുന്നത് തുലാക്കുറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും എപ്പോഴും മോശസ്ഥാനത്തായി എന്ന് വരില്ലല്ലോ. അപ്പോൾ 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ധനലാഭം ഉണ്ടാവുക. 23-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെയും എല്ലാ ശുക്രനെ കൊണ്ട് പറയുന്നത്. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. കലഹം ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്നപ്പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിഗ്രഹ ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളുണ്ടല്ലോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ദേവി നാരായണി നമോസ്തുതേ. ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി. കുറച്ചു കാലമായിട്ട് 5-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും തുലാക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ, നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. വിശാഖം കാലാരഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 8-ലാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും ചൊവ്വ 6-ൽ നിൽക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത വളരെ ഗംഭീരമായിട്ടുള്ള ഫലം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കാം. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്നൊരു നല്ല ഫലത്തെ 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് മിഥുനമാസം 16-ാം തീയതി വരെ ബുധൻ 8-ലാണ് നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് കാര്യവിജയം വന്നു ചേരുക, കാര്യസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. നമ്മളുടെ വാക്കുകൾക്ക് ശോഭ വന്നു ചേരുക. നല്ല ഫലത്തെയാണ് മിഥുനമാസം 16-ാം തീയതി വരെ ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്.
9ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല, രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ഏതൊക്കെ ഗ്രഹങ്ങൾ എത്ര മോശസ്ഥാനത്ത് നിന്നാൽ പോലും വ്യാഴം 7 നിൽക്കുന്നതാണ് വൃശ്ചികക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. വാക് സാമർഥ്യം വന്നു ചേരുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക. പൊതുവെ 7 നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഈശ്വരാധീനമുള്ള കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക, വാക് സാമർഥ്യം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവരുടെ വിവാഹം വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ധനം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കടം കൊടുത്തിട്ടൊക്കെ തിരിച്ചു കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഈ കാലയളവിൽ വ്യാഴം 7 നിൽക്കുമ്പോൾ അത് തിരിച്ചു ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ പൊതുവെ നല്ല ഫലമാണ് 7 നിൽക്കുമ്പോൾ ആ നല്ല ഫലത്തിന് കുറച്ചും കൂടി ഉയർച്ച വന്നു ചേരാൻ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. മിഥുനമാസം 23-ാം തീയതി വരെ 8-ലാണ് ശുക്രൻ നിൽക്കുന്നത്. അതിനുശേഷം 9-ലേക്ക് വരും. 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും 9-ലേക്ക് വരുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ടും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. മിഥുനമാസം 23-ാം തീയതി വരെ 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ഈ ഫലത്തെ തന്നെയാണ് 9-ലേക്ക് വരുമ്പോഴും സൂചിപ്പിക്കുന്നത്. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം. ഭാഗ്യസ്ഥാനമാണ് 9. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. ആരാ മോശഫലം വന്നു ചേരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലേ? ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ സുഖമായിട്ട് വസിക്കാൻ, മനസമാധാനത്തോടു കൂടി ജീവിക്കുവാനായിട്ടാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളറിയാതെ തന്നെ, നമ്മൾ ഒട്ടും വിചാരിക്കാതെ ഓരോ ദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാറുണ്ട്, അല്ലേ? വൃശ്ചികക്കൂറുകാർക്ക് കുറച്ച് മോശം ഫലത്തെ സൂചിപ്പിക്കുന്നത് കുറച്ച് കാലമായിട്ട് തന്നെ ശനി 4 നിൽക്കുന്നതാണ്. 4 നിൽക്കുന്ന ശനിയെ കൊണ്ട് കുടുംബസുഖം കുറയുക, ധനത്തിന് ചെലവ് വന്നു ചേരുക, കലഹം ഉണ്ടാവുക, വേണ്ട ബുദ്ധി തോന്നാത്ത അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഈ 4 നിൽക്കുന്ന ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അയ്യപ്പസ്വാമിയും മഹാദേവനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിലൊന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെയും നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ തന്നെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും. ശനിയാണ് കുറച്ച് കാലമായിട്ട് മോശസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കുക. ബാക്കി ഗ്രഹങ്ങളെല്ലാം വളരെ ഒരു പരിധിവരെ അനുകൂലമായിട്ടുള്ള സ്ഥാനത്താണ് ചന്ദ്രാല് നോക്കുമ്പോൾ. മൂലം, പൂരാടം, ഉത്രാടം, കാല് ധനുക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസത്തിൽ 7-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുക. ഉദരവ്യാധി എന്ന് പറയുന്നത് തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ. അപ്പോൾ ഒരു പരിധിവരെ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ. അപ്പോൾ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. 5-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ശത്രുഭയം, രോഗഭയം, ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുമോ, ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു അകാരണമായിട്ടുള്ള ഭയം, മാനസികമായിട്ടുള്ള ഭയം മോശഫലമല്ലേ. സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു ഫലത്തെയും ധനുക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നുണ്ട്. മിഥുനം 16-ാം തീയതി വരെ 7-ലാണ് ബുധൻ നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നതും നമ്മളുടെ വാക്കുകൾ നിമിത്തമല്ലേ. അപ്പോൾ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് സ്വയം മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 16-ാം തീയതിക്ക് ശേഷം ബുധൻ 8-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയാണ് ധനുക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ഓരോരോ ഗ്രഹങ്ങൾ ഓരോരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 8-ൽ ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ ഒരു മോചനം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കാം. കാര്യസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിലൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു.
ആറിലാണ് വ്യാഴം നിൽക്കുന്നത്. ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലമല്ല സൂചിപ്പിക്കുന്നത്, ഒരു ഈശ്വരാധീന കുറവിനെ സൂചിപ്പിക്കാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്തൊരു ഫലത്തെയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്ക് അനുഭവവേദ്യമായിട്ട് വരാത്തൊരു കാലയളവ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളുടെ ധനമായിക്കോട്ടെ, വിലപ്പെട്ടതായിട്ടുള്ള രേഖകളായിക്കോട്ടെ, അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക, സൂക്ഷിച്ച് ഉപയോഗിക്കുക. തസ്കരാരാദി വിഘ്നാദി, അതായത് തസ്കരന്മാരാൽ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകാൻ, കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ആധി വ്യാധി, ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിക്കുക. ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചെന്ന് വരില്ല. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ദർശനം ചെയ്യുക, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളെ കുടുംബത്തിൽ നിന്ന് കുറച്ച് സമയം നാമം ജപിക്കാനായിട്ട് സമയം കണ്ടെത്തുക. നാമസങ്കീർത്തനം സ്യ സർവപാപത്രനാശനം എന്നല്ലേ പറയുന്നത് തന്നെ. മിഥുനം 23-ാം തീയതി വരെ ശുക്രൻ നിൽക്കുന്നത് 7-ലാണ്. 7-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 8-ലേക്ക് വരുമ്പോൾ 23-ാം തീയതിക്ക് ശേഷം നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ഇപ്പൊ ധനുക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെ സൂചിപ്പിച്ചപ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ടും കുറച്ച് മോശമായിട്ടുള്ള ഫലത്തെയാണല്ലോ സൂചിപ്പിച്ചത്. ഏതൊക്കെ ഗ്രഹങ്ങൾ എത്രയൊക്കെ മോശ സ്ഥാനത്ത് നിന്നാൽ പോലും ശനി 3-ൽ നിൽക്കുന്നത് ധനുക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക, ധനലാഭം വന്നു ചേരുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. കുറച്ച് കാലമായിട്ട് 3-ലാണ് ശനി. ഈ ഫലം തന്നെയാണ് കുറച്ച് കാലമായിട്ട് ധനുക്കൂറുകാർക്ക് പറയുന്നത് തന്നെ. അപ്പോൾ ധനുക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളെ കൊണ്ട് മോശഫലത്തെയും നല്ല ഫലത്തെയും സൂചിപ്പിച്ചു. ഇപ്പം നല്ല ഫലമാണോ മോശഫലമാണോ നമ്മൾ കൂടുതൽ അനുഭവിക്കാനിടവരിക എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം. കുറച്ച് മോശമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിച്ചത് 6-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടാണല്ലോ. അപ്പോൾ ആ 6-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലം ആണ് പറഞ്ഞത്. ശനിയെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജാതകപ്രകാരം വ്യാഴം വളരെ നല്ല സ്ഥാനത്താണ്, ബലവാനൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരു പരിധിവരെ മാത്രമേ ഇടവരുള്ളൂ. എന്തായാലും ധനുക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തറ മകരക്കൂറുകാർക്ക് 6-ലാണ് സൂര്യൻ നിൽക്കുന്നത്. ഈ വരുന്ന മിഥുനമാസത്തിൽ 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രു ദുഃഖ രോഗശമനം. നമ്മൾ ഏതെങ്കിലും വിധേന ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതെല്ലാം ഇല്ലാതെയാകുന്ന കാലയളവാണ്. രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതും ഇല്ലാതെയാകുന്ന കാലയളവ്, ശമനം വന്നു ചേരുന്ന കാലയളവ്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഫലമാണ് 6-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ. 3, 6, 10, 11 ഈ ഭാവങ്ങളിൽ സൂര്യൻ നിൽക്കുമ്പോൾ മാത്രമേ ചന്ദ്രാൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ 6-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 6-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കുറച്ച് മോശഫലത്തെയാണ് 4-ൽ ചൊവ്വ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. ദുർജന സംസർഗം വന്നു ചേരുക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക. അതേപോലെ തന്നെ വ്യാധികൾ വന്നു ചേരുക, ദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ സൂര്യനെ കൊണ്ട് പറഞ്ഞ ഫലമല്ലല്ലോ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഈ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലമാണോ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലമാണോ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളുടെ ജാതകപ്രകാരമാണ്. അതായത് നമ്മളുടെ ജനനസമയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രഹസ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാലാണ് ഏത് ഫലമാണ് നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായിട്ട് വരിക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക.
ഇപ്പോൾ ചൊവ്വ വളരെ നല്ല ബലവാനായിട്ടാണ് മേടത്തിലോ വൃശ്ചികത്തിലോ ഒക്കെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലങ്ങളൊന്നും നമുക്ക് ഒരു പരിധിവരെ അനുഭവിക്കാനിട വരില്ല. മിഥുനം 16-ാം തീയതി വരെ ബുധൻ 6-ൽ നിൽക്കുമ്പോൾ പലവിധ സൗഭാഗ്യങ്ങളും നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. വളരെ നല്ല ഫലമാണ്. കാര്യവിജയം വന്നു ചേരുക, തൊഴിൽപരമായിട്ടൊക്കെ പ്രമോഷൻ ലഭിക്കുന്ന നല്ല ഫലം, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുന്നൊരു നല്ല ഫലം. 16-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് ബുധൻ വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല, വിചാരിക്കാതെ തന്നെ കലഹം വന്നു ചേരുക. നമ്മൾ ആരും തന്നെ മറ്റുള്ളവരോട് കലഹം ഉണ്ടാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഓരോ ദുരിതങ്ങൾ നമ്മൾ വിചാരിക്കാതെ തന്നെ വന്നു ചേരുകയല്ലേ. അപ്പോൾ ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ 7-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തന്നെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ വരാനിരിക്കുന്നത് നല്ല ഫലമാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലത്തിന് വേണ്ടി പ്രയത്നിക്കുക. മോശഫലങ്ങളാണെന്നുണ്ടെങ്കിലോ ആ മോശഫലങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ജീവിതത്തിൽ സന്തോഷമല്ലേ വന്നു ചേരുള്ളൂ. അങ്ങനെ കാണാൻ ശ്രമിക്കൂ ജ്യോതിഷത്തെ. ഏതൊക്കെ ഗ്രഹങ്ങൾ കുറച്ച് മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഒരു ഈശ്വരാധീനമുള്ള കാലയളവിനെ 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാം ലാഭമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കാം. ധനലാഭം ഉണ്ടാവുക, പുത്രലാഭം ഉണ്ടാവുക, സന്താന ഗുണം അനുഭവിക്കുക, സന്താന ലാഭം വന്നു ചേരുക, ഭാര്യാഗുണം അനുഭവിക്കുക, ഭർത്തൃഗുണം അനുഭവിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, നല്ല ബുദ്ധി വന്നു ചേരുക, നല്ല അറിവ് വന്നു ചേരുക. 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് മകരക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മിഥുനം 23-ാം തീയതി വരെ 6-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കാനിട വരിക, ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ദുരിതങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. നേരത്തെ ചൊവ്വയെ കൊണ്ടും മോശഫലത്തെ സൂചിപ്പിച്ചുല്ലോ. അപ്പോൾ ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയും മനസ്സിലെത്തി വിചാരിക്കുക. നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ, നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. മിഥുനം 23-ാം തീയതിക്ക് ശേഷം 6-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രൻ 7-ലേക്ക് വരുമ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന ഒരു അരിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത്. 2-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല മകരക്കൂറുകാർക്ക് പറയുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ വിചാരിക്കാതെ തന്നെ ധനത്തിൽ ദുർവ്യയം വന്നു ചേരുക, അനാവശ്യമായിട്ട് തന്നെ ചിലവ് വന്നു ചേരുക, നമുക്ക് ധനം സമ്പാദിക്കാൻ സാധിക്കാതെ വരിക. എല്ലാവർക്കും ധനമൊക്കെ സമ്പാദിക്കണം എന്നല്ലേ മോഹം. നമ്മളുടെ ശരീരത്തിനും ദേഹത്തിനും ഒക്കെ കുറച്ച് സുഖക്കുറവ് വന്നു ചേരുക, ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുക. 2-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ശനൈശ്വരായ നമ എന്നുള്ള നാമമൊക്കെ ജപിച്ചാൽ ഈ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും വ്യാഴം വളരെ നല്ല സ്ഥാനത്താണ് മകരക്കൂറുകാർക്ക്. അപ്പോൾ മകരക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. അവിട്ടത്തറ ചതയം പൂരുരുട്ടാതി മുക്കാല് കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസത്തിൽ 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. ആരും ദുരിതങ്ങളൊന്നും വന്നു ചേരാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ. പക്ഷേ 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒട്ടും വിചാരിക്കാതെ തന്നെ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അലച്ചിലുണ്ടാവുക. അപ്പോൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ നമ്മളുടെ സമീപ പ്രദേശത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു കഴിഞ്ഞാൽ ഈ സൂര്യനെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മോശഫലമാണല്ലോ പറഞ്ഞത് എന്ന് വിചാരിച്ച് മനസ്സ് വിഷമിക്കുകയല്ല വേണ്ടത്. ഓരോരോ സൂചനകളാണ് നമ്മളുടെ ജ്യോതിഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ വൈഷമ്യങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ, രോഗദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുമല്ലോ. ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ രോഗമില്ലാതാവും അല്ലേ, ആ രോഗശമനം വന്നു ചേരും. അതേപോലെ തന്നെ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചാൽ ആ ദുരിതം നമുക്ക് വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കിയേ പറ്റൂ.
ഈശ്വര സേവ ചെയ്തേ പറ്റൂ. ഈശ്വര സേവ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദുരിതമൊന്നും നമ്മളിലേക്ക് വരില്ല എന്നർത്ഥം. 3-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിൻ്റെ നേരെ ഒരു പരിധിവരെ വിപരീതമായിട്ടുള്ള നല്ല ഫലമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം. ശത്രുനാശം വന്നു ചേരുക, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. കാരണം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് 3-ൽ നിൽക്കുമ്പോൾ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് വളരെ നല്ല ഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗത്തെയും സൂചിപ്പിക്കുന്നു. സ്ഥലപരമായിട്ടൊക്കെ തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ആദായം ഉണ്ടാവുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. മിഥുനം 16-ാം തീയതി വരെ 5-ലാണ് ബുധൻ നിൽക്കുന്നത്. 5-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഭാര്യ ഭർത്തൃ കലഹം വന്നു ചേരുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കലഹം എന്ന മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 6-ലേക്ക് ബുധൻ വരുമ്പോൾ വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. 16-ാം തീയതിക്ക് ശേഷം 5-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ടുള്ള ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 6-ലേക്ക് ബുധൻ വരുമ്പോൾ. ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണെന്നും പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങളും നമുക്ക് ജ്യോതിഷത്തിൽ കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ 6-ലേക്ക് ബുധൻ വരുമ്പോൾ കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആരും അല്ലേ. പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനിട വരിക, തൊഴിൽപരമായിട്ടൊക്കെ പ്രമോഷനൊക്കെ ലഭിക്കുക, വളരെ നല്ല ഫലമാണ് 6-ലേക്ക് ബുധൻ വരുമ്പോൾ. ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തോടു കൂടി 4-ലാണ് വ്യാഴം. 4-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഫലത്തെയല്ല, ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരുക, ഒരു സുഖക്കുറവ് വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെയാണ് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടത്. മിഥുനം 23-ാം തീയതി വരെ ശുക്രൻ 5-ലാണ് നിൽക്കുന്നത്. നേരത്തെ 5-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് എങ്കിൽ 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനലാഭം വന്നു ചേരുക, സന്താന ഗുണം വന്നു ചേരുക, സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കാനിട വരിക, ഗുരുജനങ്ങളിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ഉണ്ടാവുക, ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക. വളരെ നല്ല ഫലമല്ലേ. അപ്പം നമ്മുടെ ജാതകപ്രകാരം ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനിട വരും. 23-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് ശുക്രൻ വരുന്നത് നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നാമം ജപിക്കുമ്പോൾ സർവജ്ഞ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കുക. ജന്മത്തിലാണ് ശരി നിൽക്കുന്നത്, അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ കുംഭക്കൂറുകാർക്ക് തന്നെ അറിയാം. കുറച്ചു കാലമായിട്ട് ഈ മോശഫലങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അഗ്നി സംബന്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക, ധനപരമായിട്ട് ചിലവ് കൂടുക. അപ്പോൾ അയ്യപ്പനെയും മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിച്ചോളൂ. എന്തായാലും കുംഭക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പുണ്യമായിട്ടുള്ള കർമ്മങ്ങൾ തുടരുക, നാമജപാദികൾ തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പൂരൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഈ വരുന്ന മിഥുനമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 4-ലാണ്. 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുക. ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ നല്ല ഫലങ്ങളെ ലഭിക്കാൻ വേണ്ടിയിട്ട് തടസ്സങ്ങൾ ഒഴിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാഗണപതിയെയും മഹാദേവനെയും മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല മീനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 2-ാം ഭാവം കൊണ്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ധനം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. വിലപ്പെട്ടതായിട്ടുള്ള രേഖകൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. കാരണം കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകാൻ നഷ്ടപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശത്രുക്കൾ നിമിത്തം തന്നെ ദുഃഖങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. മനോവിചാര വ്യാധികൾ വന്നു ചേരുക, വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക. അപ്പോൾ ഈ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇപ്പം സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ഒക്കെ പറഞ്ഞത് മോശഫലങ്ങളാണല്ലോ ചന്ദ്രാല്.
ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഓരോ ഫലങ്ങളാണല്ലോ സൂചിപ്പിക്കുക. അത് കൃത്യമായിട്ടുള്ള ഗ്രഹപാഠം ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. ഒരാളെ മനസ്സ് വിഷമിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ നല്ല ഫലങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ നല്ല ഫലം അനുഭവേദ്യമായിട്ട് വരാതിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒട്ടും നമുക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നില്ലല്ലോ എന്നല്ലേ നമുക്ക് തോന്നുക. കൃത്യമായിട്ട് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഫലത്തിൽ സൂചിപ്പിക്കാറുള്ളൂ. നല്ല ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലങ്ങളെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാറുണ്ട് എന്നും നമ്മളെ ശ്രദ്ധിക്കുന്നവർക്കറിയാം. എന്തായാലും മിഥുനം 16-ാം തീയതി വരെ 4-ൽ ബുധൻ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, കുടുംബത്ത് സന്തോഷം വന്നു ചേരുക 16-ാം തീയതി വരെ. പക്ഷേ 5-ലേക്ക് വരുമ്പോൾ ഈ ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ്. ഭാര്യ പുത്ര കലഹം വന്നു ചേരുക, ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് തന്നെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമല്ലോ. 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും അത്ര നല്ല ഫലമല്ല. വിചാരിക്കാതെ തന്നെ തൊഴിൽപരമായിട്ടൊക്കെ ട്രാൻസ്ഫർ ലഭിക്കുക, അതേപോലെ തന്നെ കാര്യവിനാശം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്തൊരവസ്ഥ. അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി തൊഴുതു കഴിഞ്ഞാൽ തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. ചന്ദ്രൻ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് വ്യാഴത്തെ കൊണ്ട് 2-ലും 5-ലും 7-ലും 9-ലും 11-ലും നിൽക്കുമ്പോൾ മാത്രമാണ്. ജന്മത്തിൽ നിൽക്കുമ്പോഴും 3-ൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും 6-ൽ നിൽക്കുമ്പോഴും 8-ൽ നിൽക്കുമ്പോഴും 10-ൽ നിൽക്കുമ്പോഴും 12-ൽ നിൽക്കുമ്പോഴും ഒക്കെ വ്യാഴത്തെ കൊണ്ട് മോശഫലമാണ് സൂചിപ്പിക്കുന്നത്. മിഥുനം 23-ാം തീയതി വരെ ശുക്രൻ 4-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 5-ലേക്ക് വരും. 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും മീനക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇന്ദ്രനെ പോലെയൊക്കെ ശക്തി ഉണ്ടാവുമെന്ന് പറയാം. ഇന്ദ്രൻ്റെ അത്രയൊന്നും ശക്തി നമുക്കാർക്കും ഉണ്ടാവില്ല, നമുക്ക് തന്നെ അറിയാമല്ലോ. എന്തായാലും വളരെ നല്ല ഫലമാണ്. നമ്മുടെ ആയുസ്സും ഓജസ്സും തേജസ്സും കൂടും. കുടുംബ സുഖം അനുഭവിക്കാനിട വരും. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 5-ലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക. 5-ാം ഭാവം കൊണ്ടാണ് സന്താന വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യത്തിലാണ് ശുക്രൻ്റെ സ്ഥിതി വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ സന്താന ഗുണം വന്നു ചേരുക, സന്താന ലാഭം ഉണ്ടാവുക, ബന്ധുഗുണം അനുഭവിക്കുക, ഗുരുജനങ്ങളുടെ അനുഗ്രഹമൊക്കെ വന്നു ചേരുക. 12-ലാണ് ശനി നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഒരു പ്രശ്നം കഴിഞ്ഞു അടുത്തത്, അടുത്ത് കഴിഞ്ഞു വേറൊന്ന്, ഓരോ ദുരിതങ്ങൾ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ വന്നു ചേരുക, അലച്ചിലുണ്ടാവുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിച്ചു കഴിഞ്ഞാൽ മീനക്കൂറുകാർക്ക് ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാവഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.